യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സമർപ്പിത ജീവിതത്തിൽ ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളുടെ അനുഷ്ഠാനത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ എന്തുമാത്രം സമർപ്പിത ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. തുടർന്ന് മറ്റൊരു വ്രതമായ ബ്രഹ്മചര്യത്തെക്കുറിച്ചും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകിച്ച് അനുസരണം എന്ന വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലുണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചും അതിനുണ്ടാകുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. നമുക്കിനി ചിന്തിക്കേണ്ടത് ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ്. ബ്രഹ്മചര്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥമായ അനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചും ആദ്യമായിട്ടൊന്ന് അച്ഛൻ പങ്കുവയ്ക്കാവും. 3 വ്രതങ്ങളിലൂടെയാണ് സന്യാസത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന ആളുകൾ തങ്ങളുടെ സമർപ്പണം പ്രകടമാക്കുന്നത്. അത് യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന 3 വ്രതങ്ങൾ അത് ജീവിത ശൈലിയായിട്ട് അവർ മാറ്റുന്നു. അതിൽ ബ്രഹ്മചര്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവിനെ ഏകാഗ്രമായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് അവിവാഹിതരായിട്ട് കഴിയുന്നതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം ഏകാഗ്രമായിട്ടുള്ള ശുശ്രൂഷ കർത്താവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ബ്രഹ്മചര്യ ജീവിതം സമർപ്പിതര ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. അപ്പം അൽമായരും അതുതന്നെ ചെയ്യുന്നുണ്ട്, കർത്താവിന് ശുശ്രൂഷ, പക്ഷേ ഏകാഗ്രമായിട്ടുള്ള ഒരു ശുശ്രൂഷ. നമുക്കറിയാം അൽമായരുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിവാഹിതരായിട്ടുള്ളവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏകാഗ്രമായിട്ട് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട്, സമർപ്പണം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രഹ്മചര്യ ജീവിതം, സമർപ്പിത ജീവിതത്തിൽ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അവിഭാജ്യ ഹൃദയം, അതെ, വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയമാണ്. ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് പൂർണ്ണ സമർപ്പണം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ബ്രഹ്മചര്യത്തിൻ്റെ യഥാർത്ഥമായ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പലപ്പോഴും ചിലപ്പോൾ ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഷേധാത്മക വശം മാത്രം, അല്ലെങ്കിൽ ഒന്ന് ഉപേക്ഷിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ അത് അതിൻ്റെ ലക്ഷ്യം ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് ആ ഒരു ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ പലപ്പോഴും. വിവാഹം കഴിക്കാത്ത അവസ്ഥ അല്ല നമ്മൾ ഓർക്കണം, അവിവാഹിതരായിട്ട് ജീവിക്കുന്നതല്ല. അപ്പോൾ അവിവാഹിതരായിട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ്, പക്ഷേ അതല്ല, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇതൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തിന് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു സമർപ്പിത ജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം കർത്താവിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവൈലബിൾ ആകുന്ന വ്യക്തികളാണ്. അവൈലബിലിറ്റിയാണ് ഈ ഒരു ജീവിതം വഴിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ളൊരു വിളിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കാതെ ഇരിക്കുന്നൊരവസ്ഥയല്ല സന്യാസത്തിൽ ഈ ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത്. വിവാഹം ചെയ്യാതെ ജീവിക്കുന്നു, പക്ഷേ അത് എന്തിനു വേണ്ടി, ആ രീതിയിൽ ഈ ബ്രഹ്മചര്യ ജീവിതത്തെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, ഏകാഗ്രമായിട്ടുള്ള. അതുകൊണ്ട് ഈ ബ്രഹ്മചര്യ ജീവിതം
നന്നായിട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ അരൂപിയിൽ, അതിൻ്റെ ചൈതന്യത്തിൽ ആണ് ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ആ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ രത്നങ്ങൾ തേടുന്ന, വിലയേറിയ രത്നം തേടുന്ന വ്യാപാരിയെക്കുറിച്ചും ഒക്കെ നമ്മൾ കാണുന്നു. അതുപോലെ വിലയേറിയ ഒരു നിധി കണ്ടെത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവർ സന്തോഷത്തോടു കൂടി തനിക്കുള്ളതെല്ലാം വിറ്റ് ആണ് അമൂല്യമായിട്ടുള്ളത് നേടുന്നതാണ്. അപ്പം വിൽക്കുന്ന രത്നങ്ങൾ അല്ലെങ്കിൽ അതിന് മൂല്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പം അതിനേക്കാൾ മൂല്യമുള്ള ഒന്നിനെ കണ്ടു. ദൈവരാജ്യത്തെ പ്രതി നമ്മൾ ഒരിക്കൽ നമ്മുടെ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡരാക്കുന്നവർ എന്നുള്ളതാണ്, സ്വയം ഷണ്ഡരാക്കുന്നവർ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹജീവിതം ദൈവരാജ്യത്തെ പ്രതി ആണ് അവിവാഹിതരായിട്ട് കഴിയുന്ന ആളുകൾ. ഒരിക്കൽ പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ആഴമായ അനുഭവമുള്ള ആളുകൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ അച്ഛാ, ചിലപ്പോൾ ഈ മഹാഭൂരിപക്ഷം ആളുകളും വളരെ വിശ്വസ്തയോടുകൂടെ ഈ ബ്രഹ്മചര്യം പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചുരുക്കം ചിലപ്പോഴൊക്കെ ഈ മേഖലയിൽ വീഴ്ചകൾ വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ അത് ഒരുപാട് ആഘോഷിക്കുന്ന രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബലഹീനത അല്ലെങ്കിൽ ഇങ്ങനെ വീണു പോകാൻ്റെ കാരണം എന്നച്ഛൻ തോന്നുന്നു? ഇപ്പം ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളുടെ പാലനത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ചുരുക്കമായിട്ടെങ്കിലും. ഇതുപോലെ തന്നെ ബ്രഹ്മചര്യ ജീവിതത്തിൽ ബ്രഹ്മചാരികളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ കന്യാവ്രതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ചില പാളിച്ചകൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതേക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു പോരായ്മ സംഭവിക്കുന്നു, വീഴ്ച സംഭവിക്കുന്നു, വൈദികരുടെ ഇടയിൽ, സമർപ്പിതരായിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പലപ്പോഴും ചർച്ചയ്ക്ക് കാരണമായി തന്നെ ഇടയായിത്തീരുന്നുണ്ട്. ചിലപ്പോഴും ദിവസങ്ങളോളം ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമർപ്പിതരുടെ ജീവിതത്തിൽ നിന്നും പൊതുസമൂഹം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം വൈദികരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം, വൈദികർ ആരാണ്, സന്യാസി അല്ലെങ്കിൽ സന്യാസിനി ആരാണ്, അവരെങ്ങനെ ജീവിക്കണം, അവർ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടവരാണ്. ക്രൈസ്തവ മൂല്യം, മാനുഷിക മൂല്യം ജീവിക്കേണ്ടതാണ്. അപ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സന്യാസി പെട്ടെന്ന് മനസ്സിൽ വരുന്ന ലാളിത്യം മുഖമുദ്രയായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ആഡംബരമൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നൊരു വ്യക്തി. അതുപോലെ ബ്രഹ്മചാരി, അപ്പോൾ അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത, ഒരു സങ്കല്പം പൊതുസമൂഹത്തിനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക്, സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചിലർക്കത് വേദനയായിരിക്കാം. വേറെ ചില ആളുകളെ സംബന്ധിച്ചുള്ളതൊരു വലിയൊരു അമർഷത്തിന് കാരണമായി തീർന്നേക്കാം. അപ്പോൾ ഈ ചർച്ചകളിൽ ചിലപ്പോഴെങ്കിലും ചിലരുടെ ഭാഗത്ത് ഈ പറയുന്ന വേദനയേക്കാളും കൂടുതലായിട്ട് ഒരു ആക്ഷേപവും വിമർശനവും ഒക്കെ വരുന്നുണ്ട്. ഏതായാലും അപ്പം ഈ സമൂഹത്തിൽ പുരോഹിതരെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, സമർപ്പിതരെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവർ ഉയരാതെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള മേഖലകളിൽ വീഴ്ച വരുമ്പോഴത്തേക്കുള്ള ഒരു വിമർശനം സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഒരു വലിയ എക്സ്പെക്റ്റേഷൻ അവരുടെ ഭാഗത്തുണ്ട്. വാസ്തവത്തിൽ വിവാഹ ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് വീഴ്ചകൾ, അവരുടെ വാഗ്ദാനത്തിനനുസരിച്ച് ജീവിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്, അവിശ്വസ്തരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും ആരും
പറയാറുമില്ല, അതിനെക്കുറിച്ചൊന്നും ഹൈലൈറ്റ് ചെയ്യാറില്ല. കാരണം ഇതൊക്കെ നമുക്കറിയാമല്ലോ, ചാനൽ ചർച്ചകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്കുമാണ് റേറ്റിംഗ്, ആളുകൾ കൂടുതൽ വരികയും റേറ്റിംഗ് ഉണ്ടാവുകയും അതനുസരിച്ചൊക്കെ ഉണ്ടാകുക. അതൊക്കെയാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രേക്ഷകരെ കൂടുതൽ പിടിക്കുക. ഈ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ചില ചാനലുകളുടെ ഒരു പ്രത്യേകത, പ്രൈം ടൈമിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഒക്കെ കുറച്ചുകൂടെ നന്നാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ളൊരു ന്യൂസിന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഇതുപോലെയുള്ളൊരു ന്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ, ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ് താനും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർ പറയുന്നതിൽ അതിലല്ല, ഈ വിമർശനം ഉണ്ടാകും. ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വിമർശനം ഉണ്ടാകും. അപ്പോൾ അതിൽ വൈദികരോ ഇങ്ങനെയുള്ള സമർപ്പിതരോ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇത് ഒരു ആത്മപരിശോധനയ്ക്കുള്ളൊരു അവസരമായിട്ട് തന്നെ സഭയും അതുപോലെ തന്നെ ഈ പറയുന്ന വൈദികരും സമർപ്പിതരും സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് പൊതുസമൂഹം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ വാസ്തവത്തിൽ നയിക്കേണ്ടതാണ്. ചിന്തയിലേക്കും അതുപോലെ തന്നെ അതനുസരിച്ചുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാരണമായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്, നമ്മൾ ഈ സമർപ്പിതരായവർ, വൈദികരായാലും സന്യാസികളായാലും ചിലപ്പോഴൊക്കെ അവരെക്കുറിച്ച് തന്നെ ഒരു അവബോധമില്ലാത്തൊരവസ്ഥയുണ്ടോ, താൻ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടോ? അതും ഒരു കാരണമായിട്ട് തോന്നുന്നില്ലേ? അത് ഓരോരുത്തരും അവനവൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, പ്രീസ്റ്റ്ലി ഐഡൻറ്റിറ്റി, റിലീജിയസ് ഐഡൻറ്റിറ്റി, താൻ ആരാണെന്നുള്ള ബോധ്യം, അനന്യത, അപ്പം തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളൊരു ബോധ്യം തീർച്ചയായിട്ടും ഒരു മനുഷ്യനുണ്ടാവണം. അതിൽ ഏറ്റവും അവിടെയാണ് നമ്മൾ ഈ വ്രതം എടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട വ്യക്തികൾ ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുകൂടെയാണ് വാസ്തവത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രസക്തി എന്നൊക്കെ പറയുന്നത്. പ്രാർത്ഥന, അതായത് ഇത് ഏറ്റവും അനിവാര്യമായിട്ടുണ്ട്. സമർപ്പിത ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട്, വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു ഐക്യമാണ്. അപ്പോൾ ആ ഐക്യത്തിന് സഹായകമായിട്ടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ആത്മപരിശോധന എന്ന് പറയുന്നത് സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കൊരു കാരണമായിട്ടുള്ളതാണ്. അതായത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് സമർപ്പിത ജീവിതത്തിൽ ദിവസത്തിൽ 2 തവണ ആത്മപരിശോധനയുണ്ട്. ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സമയമൊക്കെ കൂട്ടപ്രാർത്ഥനയുണ്ട്. ആ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയിലും ആത്മപരിശോധനയുണ്ട് സാധാരണഗതിയിൽ. അപ്പം സ്വയം പരിശോധിക്കാനായിട്ടുള്ള, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, അന്ന് താൻ ചെയ്തതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കാനും, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് എല്ലാ മേഖലകളിലും ഉള്ളത്. അപ്പോൾ ഇത് ആവശ്യമാണ്. ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള, സാറ് പറഞ്ഞതുപോലെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളൊരു അവെയർനെസ് ആവശ്യമാണ്. അതുപോലെ ഈ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച ആവശ്യമാണ്. ഇത് സമർപ്പിത ജീവിതത്തിൽ ബ്രഹ്മചര്യം പാലിക്കുന്നതിന് അങ്ങേയറ്റം സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പക്വത, വൈകാരിക പക്വത ആവശ്യമാണ്. ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സന്യാസ പരിശീലനം അല്ലെങ്കിൽ വൈദിക പരിശീലനത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഒരു വ്യക്തിയുടെ, അർത്ഥിയുടെ വൈകാരിക തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മചര്യവ്രതം പാലിക്കാനായിട്ടുള്ള ഒരു പക്വത ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ, അതിന് വൈകാരിക പക്വതയുണ്ടോ, ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ചില കാര്യങ്ങളെയും ചില വ്യക്തികളെയൊക്കെ എങ്ങനെ സമീപിക്കുന്നു, ഒരു പക്വതയോടുകൂടി സമീപിക്കുന്നു, പ്രൂഡൻസോടുകൂടി, വിവേകത്തോടുകൂടി സമീപിക്കുക എന്നുള്ളതും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രൂഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. തെറ്റിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ബോധപൂർവം അവിടെ നിന്ന് ഒഴിവാക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം സമൂഹത്തിന് സുതാര്യമായി തീരുക എന്നുള്ള ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ ഒഴിവാക്കാമെന്ന് തോന്നുന്നു. അച്ഛനെന്തെങ്കിലും പറയുന്നതിന്? അപ്പോൾ ഇതേക്കുറിച്ച്, അതായത് ലോകത്തിലേക്ക് ആണ് അയക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. മിഷണറിമാർ അല്ലെങ്കിൽ വൈദികർ
ലോകത്തിൻ്റെ ഇതിൽ നിന്ന് ഒളിച്ചോടുകയല്ല, ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട് ലോകത്തിലേക്ക് നൽകപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യരുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ടുള്ളൊരു വിളിയാണ്. ഒരു വൈദികൻ്റെ ജീവിതവും സാധാരണഗതിയിൽ സമർപ്പിത ജീവിതവും അങ്ങനെയാണ്, ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം തിന്മയിലേക്ക് പോകാനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ ഈ വ്യക്തി വൈദികൻ അല്ലെങ്കിൽ ഒരു സന്യാസിനി സ്വയം അവബോധമുണ്ടായ പക്വതയോടുകൂടിയൊക്കെ സമീപിക്കുന്നു, ഇടപെടുന്നു. പക്ഷേ അതേ പക്വത ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ സമീപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധിക്കണ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഒളിച്ചോടാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുന്നു. ആളുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരാളെ എന്തുമാത്രം അടുക്കണം, എന്തുമാത്രം അകറ്റി നിർത്തണം. ഒരു ഓൾവേസ് നമ്മളൊരു റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇത് ഇരിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് നമ്മൾ ആവശ്യം പാലിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് സുതാര്യതയുടെ ആവശ്യവും കൂടെ ഉണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ പബ്ലിക് പേഴ്സൺസാണ്. എന്താ പറയുക, വൈദികനും സമർപ്പിതരായിട്ടുള്ള വ്യക്തികളും എല്ലാം പബ്ലിക് പേഴ്സൺസാണ്. അപ്പോൾ അവരെ ആളുകൾ ശ്രദ്ധിക്കും. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ മാത്രം നോക്കിയാൽ പോരാ എന്നുള്ളതാണ്. നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യർ ദൈവം അത് നോക്കണം, ദൈവം കാണുന്നുണ്ടെല്ലാം എന്നുള്ളതാണ്. അത് നമ്മുടെ വിശ്വാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണല്ലോ. സർവ്വവ്യാപിയും എല്ലാം അറിയുന്നവനും എന്നൊക്കെയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവസാന്നിധ്യ സ്മരണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള പരിശീലനമൊക്കെ കിട്ടുന്നവരാണ്. അപ്പം ദൈവസാന്നിധ്യം നമ്മൾ ഓർത്തുകൊണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മനുഷ്യരുടെ ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. അതുപോലെ തന്നെ സുതാര്യമായിരിക്കണം ജീവിതം, ഇടപെടൽ, ഇതൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പം ചില ആളുകൾക്കൊക്കെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം തേടിയൊക്കെ വരുന്ന ആൾക്കാരാണ്. ആശ്വസിപ്പിക്കുകയും പിന്നെ കുറച്ചുകൂടെ ആളോട് സിമ്പതി തോന്നും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടുക്കുകയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇടയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് അധികാരികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു വീക്ക്നെസ് ഒരാളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ടോ എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അത് തിരുത്താനായിട്ടുള്ള സമയാസമയങ്ങളിൽ ഇടപെട്ട് തിരുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്, സ്നേഹപൂർവ്വം. പക്ഷേ ഈ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് മറ്റു കാര്യം, ചിലപ്പോൾ ഈ സമർപ്പിതരുടെ ഇടയിലൊക്കെ വരുന്ന ഒരുപക്ഷെ ഒരു സുഖലോലുപത ചിലപ്പോൾ ഉണ്ടാകും. സുഖലോലുപത ഒരുപക്ഷെ ഈ ലെവലിലേക്ക് അവരെ നയിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ചില സാക്രിഫൈസസുകളുണ്ട്, ചില ത്യാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ത്യാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ആ ത്യാഗങ്ങളും സ്വീകരിക്കാനായിട്ട് മനുഷ്യർ തയ്യാറാകണം, വ്യക്തികൾ തയ്യാറാകണം. ഈ സമർപ്പണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമർപ്പണമാണ്, വ്യക്തിയാണ് സമർപ്പിക്കുന്നതെന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെ വ്രതം എടുത്തു കഴിയുമ്പോഴത്തേക്കും, അപ്പോൾ വ്രതം എടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആ വ്രതത്തിൻ്റെ പാലനം നടക്കുന്നു എന്ന അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്രതം എടുത്തു കഴിഞ്ഞ്, ഈ 3 വ്രതങ്ങളാണ് ചെല്ലി, വ്രതം എടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാനായിട്ടുള്ള ഒരു ശ്രമവും പാലനവും വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പാലിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ത്യാഗമുണ്ട്. ഇപ്പോൾ അനുസരണം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ കണ്ടെന്നിരിക്കും. പക്ഷേ പൊതുവായിട്ടുള്ള ഇഷ്ടവും സമൂഹത്തിൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും അവിടെ നിൽക്കുന്നു. ഞാൻ മുൻകൈ കൊടുക്കുന്ന ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനാണ്. അപ്പോൾ എൻ്റെ ഈ താല്പര്യങ്ങളെ ഞാൻ ബലി കഴിക്കേണ്ടതായിട്ട് വരും, വേണ്ടെന്ന് വെക്കണം. ഒരു സാക്രിഫൈസാണ്, ത്യാഗമാണ്. ഇതുപോലെയാണ് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്, മറ്റേതൊരു വിധത്തിലും ഒരു ത്യാഗമാണ്. അപ്പം ഒരുപക്ഷെ എനിക്ക് സ്വന്തമാക്കാനായിട്ട് ചില സാധനങ്ങൾ എൻ്റെ സ്വന്തമാക്കാനായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ആഗ്രഹമോ താല്പര്യങ്ങളും കാണുമ്പോഴത്തേക്കും
അപ്പോൾ എന്നെക്കുറിച്ച് അതാണ് പറയുക, സ്വയം ഒരു അവബോധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ താല്പര്യമല്ല, സമൂഹത്തിൻ്റെ താല്പര്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ത്യാഗമുണ്ട്. ഇത് തന്നെയാണ് സുഖലോലുപതയുടെ കാര്യത്തെക്കുറിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഒരു സാക്രിഫൈസ് ഉണ്ട്, ത്യാഗത്തിൻ്റേതായിട്ടുള്ള ഒരു വശമുണ്ട്. ഇപ്പോൾ ഈ പരിശീലന കാലത്ത് കണ്ണടക്കം, മിണ്ടടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. നമ്മളെല്ലാം കാണേണ്ട കാര്യമല്ല. കണ്ണ് എന്ന് പറയുക, കാഴ്ച ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ് വാസ്തവത്തിൽ. പക്ഷെ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടല്ല, എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ലോകത്തിൽ ഒരുപാട് സുഖം സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം കണ്ണിന് കാഴ്ചയ്ക്ക് നന്മയാണെന്ന് നമുക്ക് തോന്നുന്നു, ശരി, അത് എൻ്റെ ജീവിതത്തിന് എനിക്ക് നന്മയാണോ എന്നുള്ളൊരു കണ്ണ്, എൻ്റെ വിളിക്ക് നന്മയാണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സുഖലോലുപതയിലേക്കൊക്കെ പോകുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ എല്ലാ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ഉപയോഗമുണ്ട്. ഈ മൊബൈലിൽ ഇന്നിപ്പോൾ ഒരു കാലത്ത് ഇതിൻ്റെ മൊബൈലിൻ്റെ ആരംഭകാലത്ത് മൊബൈലൊക്കെ ആളുകളുടെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആരംഭകാലത്ത് സന്യസ്തർക്ക് ഇത് ആവശ്യമില്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സന്യസ്തർക്കും ഇത് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു സന്യാസിനി, അപ്പോൾ അവർക്ക് ഈ മെസ്സേജുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് പോലുമൊക്കെയുള്ള ഇപ്പോൾ ഓർഫനേജിൻ്റെ ചാർജുള്ള ഒരാൾക്ക് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അറിയിപ്പ് ഓർഫനേജിൻ്റെ ഡയറക്ടർക്കൊക്കെ കിട്ടുന്നത് ഈ മൊബൈലിലേക്കാണ് വരുന്നത്. അപ്പോൾ മൊബൈലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം ഞാൻ എങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചില സാക്രിഫൈസുകളും എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ സുഖലോലുപതയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എല്ലാ വ്രതങ്ങളുടെയും കാര്യത്തിൽ വീഴ്ച സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ തന്നെ ഒരു സുരക്ഷിതത്വത്തിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വ്രതങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിലുണ്ടാകുന്ന വീഴ്ച മറ്റുള്ളതിലൊക്കെ ബാധിക്കാമെന്നുള്ളതല്ലേ ഇടയുണ്ട് അല്ലേ? കാരണം അതിന് 3 കമ്പാർട്ട്മെന്റലായിട്ട് കണ്ടല്ല, 3 പരസ്പര പൂരകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമർപ്പണമാണ്. ഈ സമർപ്പണത്തിലുള്ള വളർച്ച സംഭവിക്കാതെ അതിൽ ഒരു ശോഷണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തലത്തിലുമൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിൽ ബ്രഹ്മചര്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ബ്രഹ്മചര്യം അത് സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണെന്നും അവിഭാജ്യ ഹൃദയത്തോടുകൂടെ ദൈവസേവനത്തിനും ദൈവജനത്തിൻ്റെ സേവനത്തിനും വേണ്ടിയുള്ളതാണെന്നും നമ്മൾ കാണുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.